എടാ കിരണ, നിനക്കെന്താടാ ഒരു കള്ളലക്ഷണം? എനിക്കോ കള്ളലക്ഷണോ? ഒന്ന് പാടാ. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നല്ല അടാറ് കള്ളലക്ഷണമുണ്ട് എനിക്ക്. അല്ലടാ, നീ ഇതെന്തിനാടാ എൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത്? കുറേ സമയമായില്ലത്. അത് ശരി, പിന്നെ നിൻ്റെ കൂടെ അല്ലാണ്ട് അപ്പുറത്തെ പറമ്പിൽ അണ്ണാൻ്റെ കൂടെ നടക്കാൻ പറ്റുമോ? ഇവനെ ഞാൻ അർജുനന്തേ ആ പുതിയ വള്ളി എങ്ങാനും പിടിക്കാൻ പോയിട്ടുണ്ടാവും. എന്താ മോനെ കിരണ, നിനക്ക് ഒരു വെപ്രാളം? വെപ്രാളോ? പോടാ. എടാ മോനെ, കള്ളം പറയുമ്പോൾ ആരോടാ പറയുന്നതെന്ന് കൂടെ ഒന്ന് ആലോചിക്കണം. 1-2 വർഷമല്ല, 6-7 വർഷമായി ഞാൻ നിൻ്റെ കൂടെ കൂടിയിട്ട്. സോ കള്ളം പറയണ്ട. എന്തിനാണ് ഈ വെപ്രാളം? അത് മാത്രമേ എനിക്കറിയേണ്ടതുള്ളൂ. അവൻ്റെ വെപ്രാളം നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലടാ അബിക്കുട്ടാ. ഇതിപ്പോൾ എവിടെ നിന്ന് വന്ന്? എങ്ങനെ പോണ് വള്ളി കളക്ഷൻ? തരക്കേടില്ലാതെ കിട്ടണുണ്ട്. ബൈ ദ ബൈ, നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മറന്നു. ഇവൻ്റെ വെപ്രാളം അതല്ലേ ടോപ്പിക്ക്. എടാ, ഇവനാ പെൺകൊച്ചിൻ്റെ പിറകെ എടാ കുറച്ച് ദിവസമായിട്ട്. ഏത് പെൺകൊച്ച്? നീ കേട്ടിട്ടില്ലേ? ഹേയ് ബേബി ഡോൾ എന്നും വിളിച്ച് ഇവൻ മണപ്പിച്ച് നടക്കുന്നത്. എടാ, ചേട്ടത്തരം പറഞ്ഞോണ്ടല്ലോ. അത് ശരി, ഞാൻ ചെയ്യുമ്പോൾ നീ ചെയ്യുമ്പോൾ ഓഹോ. ഇങ്ങനെ ഓയി വിട്ട് കളിക്കാത്ത കാര്യം തന്നെ പറയടാ പുല്ലേ. എടാ പൊട്ട, നിൻ്റെ പെങ്ങടെ ഫ്രണ്ടില്ലേടാ, എന്തായിരുന്നു പേര്? കൃതിയോ? കൃതിയോ? കൃതി. കൊച്ച് ഗമുകൻ. ഞാനത് അറിഞ്ഞില്ലല്ലോ. മോനെ അർജുനെ, നീ ഇതെങ്ങനെ അറിഞ്ഞേ? അതിനൊക്കെ ഒരു കഴിവ് വേണ്ട അബിക്കുട്ടാ. എനിക്കുണ്ടല്ലോ, ഈ കണ്ണി നോക്കി മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തരുടെ സ്വഭാവം. മനസ്സിലായോ? നിന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ മോനെ ചതിക്കല്ലേ, ജീവിച്ചു പോയിക്കോട്ടെ. ഓക്കെ. കിരണ, സീരിയസ് ആണോ നീ? പിന്നെ ഈ കാര്യത്തിൽ ആരെങ്കിലും തമാശ കാണിക്കുമോ? അതൊക്കെ പോട്ടെ, എന്നാലും നീ എന്തിനാ പരിങ്ങിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ സംഭവം? ഇഷ്ടം പറയാൻ പോവാണോ? അതൊക്കെ ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെന്തിനാടാ നീ കിടന്ന് പരിങ്ങി കളിച്ചത്? അത് ഫസ്റ്റ് അവർ അവർക്ക് ലാബാ. അതിന് അപ്പം ഈ വഴി പോവും. ചുമ്മാതല്ല എന്നെ ഇവിടുന്ന് തുരത്താൻ അവൻ 8ൻ്റെ പണിയും 16ൻ്റെ പണിയും നോക്കിയത്. ശ്രമം കൊള്ളായിരുന്നു, പക്ഷെ അത് പാശ്രമമായിപ്പോയി. അത് പിന്നെ നിനക്കറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ. മതി. അതല്ലടാ, അവളും കൂടി യെസ് പറഞ്ഞിട്ട് ഞങ്ങളോടൊക്കെ പറയാമെന്ന് വിചാരിച്ചേ. പിന്നെ ഇവൻ ഈ കാര്യത്തിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇവൻ നേരത്തെ കണ്ടുപിടിച്ച്. നിനക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് നിനക്കൊന്നും മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. അതാണ് ഞാനുണ്ടല്ലോ, ഇക്കാര്യത്തിലെങ്കിലും ബ്രെയിൻ മര്യാദക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇവൾക്ക് ഇത്രയും ഗ്ലാമറൊക്കെ ഉണ്ടായിരുന്ന? ഗ്ലാമർ ഉണ്ടായിട്ട് എന്താ കാര്യം? തുറന്നാ പോയില്ലേ? എടാ മതി, ഇനി നമുക്ക് ക്ലാസ്സിൽ പോവാം. നിങ്ങളെ വിട്ടാ ഞാനിപ്പോൾ വരാം. എടാ വേണ്ടട്ടാ കിരണ, ഇന്നലത്തെ കാര്യം 2 മറന്നിട്ടില്ലല്ലോ. ഫസ്റ്റ് അവറാ ബിന്ദു മിസ്സാ. ഇനി ഇന്നലത്തെ ദേഷ്യമൊക്കെ കൂടെ ഇന്ന് അങ്ങനെയുള്ള തീർക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. അതിനായിട്ട് നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കണ്ട. സോ ഇപ്പം നമുക്ക് ക്ലാസ്സിൽ പോവാം. ലഞ്ച് ബ്രേക്കിന് ശേഷം 1 അവർ പോയാലും സീനില്ല, കാരണം കാവ്യ മിസ്സാണ്. വന്നേ. എടി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എടി എൻ്റെ പൊന്നുമായ, നിനക്ക് എവിടെ നിന്നാടി ഈ ക്ലാസ് ടൈമിൽ ഇത്രയധികം കാര്യങ്ങൾ വരുന്നത്? എടി ഞാൻ ചോദിക്കട്ടെ? ചോദിച്ച് തിരക്കി. അതെ, ആ കിരൺ ചേട്ടൻ എന്തിനാ ഇവളെ ഇങ്ങനെ ബേബി ഡോൾ എന്ന് വിളിക്കുന്നത്? ഇവളെ കാണുമ്പോൾ ബേബി ഡോൾ പോലെ തോന്നിക്കാണും. എടി വായ പൊട്ടിക്കോന്നി, നിനക്ക് ഒരു ഫീവറും ഇല്ലല്ലോ, വിദ്യാഭ്യാസം ഇല്ലല്ലോ. ഇതൊന്നും അല്ല. പിന്നെ അത് കോക്കനട്ടാ. എടി ആ ചേട്ടൻ ഇവളടുത്ത് ലവാടി, ഇഷ്ടം, പ്രേമ, പ്യാര്, കാതല്. അതപ്പോ നിന്നോടാരാ പറഞ്ഞേ? അതിന് പറയേണ്ട കാര്യമില്ലല്ലോ. ആ ചേട്ടൻ്റെ ആ ബേബി ഡോൾ എന്നുള്ള വിളി, പിന്നെ ഐ കോണ്ടാക്ട്, അത് കണ്ടാലറിഞ്ഞൂടെ ഇത് പ്രേമാണെന്ന്. കൃതി ആണോടി? അല്ല, ഇവള് പറഞ്ഞത് ശരിയാണോന്ന്? അത് പിന്നെ കണ്ട അവൾ കിടന്ന് പരങ്ങണണ്ട. അപ്പൊ ദത് തന്നെ. എന്ത് തന്നെ? ഇഷ്ടം, പ്രേമ, പ്യാര്, മുഹബത്ത്. ആ ബാക്ക് ബെഞ്ചിലെ 3 എണീറ്റോ. അയ്യോ, പെട്ടിയും പ്രമാണം എടുത്ത് പുറത്തോട്ട് വെക്കോ. സന്തോഷായി.
ഈടെയായിട്ട് നമ്മൾ ഫുള്ള് പുറത്താ. അത് പിന്നെ എങ്ങനെയാ, ഈ പെണ്ണിനുണ്ടല്ലോ ക്ലാസ് ടൈമിൽ ഇനി ഇല്ലാത്ത ഡൗട്ട്സ് ഉണ്ടാവില്ല. ഇനി എന്നെ മാത്രം പറയണ്ട, 3 പേര് സംസാരിച്ചുകൊണ്ട് 3 പേരെ എടുത്തിട്ട് പുറത്തിട്ടത്, മനസ്സിലായില്ലേ? ദേടി അഞ്ച്, നിന്റെ ചേട്ടനും പുറത്ത്. അയ്യോ, എൻ്റെ ചേട്ടൻ മാത്രമല്ല, അതേ ബാക്കിലാ വള്ളിപ്പോട്ട്. അപ്പൊ കിരൺ ചേട്ടനും കാണുമല്ലോ. ഏട്ടാ എന്താ പുറത്തായേ? ബുക്ക് കൊണ്ടുവന്നില്ല. ഗുഡ്. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. കിരൺ, നിന്റെ കൃതി പുറത്തുണ്ട്. പുറത്തു പോകാനല്ലേ നിന്നോട് പറഞ്ഞേ? പോവാ സാറേ. ഡാ, നിനക്ക് ബുക്ക് വേണോ? അപ്പം നിനക്കോ? എനിക്ക് വേണ്ട സാർ, ഞാനും കൊണ്ടുവന്നില്ല ബുക്ക്. അപ്പോൾ ഇതുവരെ ഉണ്ടെന്നും പറഞ്ഞോടെ ഇരുന്നത്? അത് ബുക്ക് മാറിപ്പോയി സാറേ. താങ്ക് യു സാർ. കൃതി, താനെന്താ ഒന്നും മിണ്ടാത്തേ? ഒന്നുമില്ല ഏട്ടാ. അല്ല, നീ എന്താ അങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നത്? അവിടെ എന്താ? ഞാൻ ചുമ്മാ നോക്കിയതാ. ഓ, ചുമ്മാ നോക്കിയതാണല്ലേ. ചേട്ടാ, കിരൺ ചേട്ടൻ എന്താ പുറത്തരാത്തേ? അവൻ ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹേയ് ബേബി ഡോൾ. ആഹാ, ഇപ്പൊ നോക്കി അവളുടെ ഫേസ്, എന്താ ഒരു പ്രസരിപ്പ്. അങ്ങനെയൊന്നുമില്ല എൻ്റെ കുഞ്ഞു മോളെ, ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടായി നിൽക്കുന്നത്. നീ കഷ്ടപ്പെട്ട് വല്ലാണ്ട് അഭിനയിക്കണ്ട. അഭിനയം നിനക്ക് തീരെ ചേരുന്നില്ല. ആക്ച്വലി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. പക്ഷേ ഇവൾക്ക് കുറച്ച് മസിൽ പിടുത്തം കൂടുതലാണ്. അപ്പോൾ ഈ മസിൽ പിടുത്തമൊക്കെ അങ്ങ് ഒഴിവാക്കി ഞങ്ങളുടെ മുന്നിൽ വെച്ച് അങ്ങ് പ്രപ്പോസ് ചെയ്തോ. ആര്? ഇതുവരെ കിരൺ ചേട്ടൻ തന്നെയല്ലേ പ്രപ്പോസ് ചെയ്തത്. ഇനി നീ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യ്. ഞാൻ ചെയ്യില്ല. അതെന്ത്? ഞാൻ പ്രപ്പോസ് ചെയ്യത്തില്ല, എൻ്റെ ഈഗോ അതിന് സമ്മതിക്കില്ല. സോ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഒരു യെസ് ആണെങ്കിൽ ഞാൻ പറയാം. ഹേയ് ബേബി ഡോൾ, വാട്ട്സ് യുവർ ഡിസിഷൻ? യെസ് ഓർ നോ? നിൻ്റെയും എൻ്റെയും ഫ്രണ്ട്സിനെ സാക്ഷിയാക്കി നിൻ്റെ സമ്മതത്തോടു കൂടെ നിൻ്റെ ഈ പടപടാന്നിടിക്കുന്ന ഹാർട്ടുണ്ടല്ലോ, അത് ഞാൻ അങ്ങ് എടുത്തോട്ടെ. ഗൈസ്, അപ്പം നിങ്ങളെ സാക്ഷിയാക്കിയിട്ട് എൻ്റെ ബേബി ഡോളിൻ്റെ ഹാർട്ട് എനിക്ക് തന്നിരിക്കുകയാണ്. ഒരു പാലവട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. ഇനി നിന്റെ ഹാർട്ട് അവൾക്ക് കൊടുക്ക്. അത് ഞാൻ ഓൾറെഡി എടുത്തതാ. അങ്ങനെ നമ്മുടെ കിരണിൻ്റെയും കൃതിയുടെയും പ്രണയം അവിടെ മുതൽ തുടങ്ങായിരുന്നു. കൊച്ചു കൊച്ചണക്കങ്ങളും പിണക്കങ്ങളുമായി അങ്ങനെ 2 വർഷം കടന്നുപോയി. കൃതി കഴിഞ്ഞോ? നീ ഇതപ്പോൾ പുറത്തിയാടി? നിന്റെ എഴുത്ത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് എഴുതുമ്പോൾ നമ്മൾ പുറത്ത് വരുന്നൊക്കെ എങ്ങനെ കാണാനാ? ഒന്ന് പോടി, എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ച് പോന്നതാ. പഠിപ്പിക്കട്ടെ, സ്ഥിരം ഏർപ്പാടാണത്. എക്സാം കഴിഞ്ഞില്ല, ഇനി എന്താണ് നിങ്ങൾക്ക് ഇത്ര ഡിസ്കസ് ചെയ്യാൻ? ഇതൊന്നുമല്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഒരു വാക്ക് കൊള്ളൂല. അല്ലെങ്കിൽ തന്നെ ഏത് എക്സാമാണ് കൊള്ളുന്നത്? അത് ശരിയാ. അല്ലെങ്കിൽ ഞാനിത് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു സങ്കടവും ഇല്ല. പിന്നെ പൊട്ടുമെന്നുള്ള കാര്യത്തിലൊരു സംശയവും ഇല്ല. അതെ, പൊട്ടു എന്ന് പറഞ്ഞാൽ പൊട്ടിയിരിക്കും. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, നമ്മളോട് ബീച്ചിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എടി, നീ വണ്ടി എടുക്കണേ. അയൺ ബോക്സ് ഉണ്ടാ? നിനക്കെന്തിനാണ്ടേ പോയി കടപ്പുറത്ത് അയൺ ബോക്സ്? സോറി, തീപ്പെട്ടി അല്ല പേപ്പട്ടി. പറയാനറിയില്ലെങ്കിൽ പിന്നെ പറയാൻ നിൽക്കണോടാ. പിന്നെ എന്ത് ബോക്സാടാ അത്? മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് ആയിരുന്നില്ലേ? മാച്ച് ബോക്സ് എങ്കിൽ മാച്ച് ബോക്സ് നിൻ്റെ കയ്യിലുണ്ടാ? അലയാഴി മനസ്സിൽ നിറവേകി നീങ്ങുകയായി ഈ യാത്ര നേരും നാളുകളും രാവുകളും സായാഹ്നമേഘങ്ങളിൽ ചായങ്ങളെഴുതുകയായി നീയെന്നും അല്ലേ ഓർമ്മകളായി പോവാതെ ഇനിയെ പോരാതെ തീയാവും മഴയും ഈരവും മറുവാക്കിനായി നീലവേ മായാതെ. എങ്ങനെയുണ്ടടാ?
കൊള്ളാം കൊള്ളാം. ആഹാ നിങ്ങൾ വന്നാ എന്നിട്ടൊന്നും മിണ്ടാത്തെ? പാടുമല്ലായിരുന്നു, ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച്. ഇതിനൊക്കെ ആരെങ്കിലും പാടുക എന്ന് പറയോ? എന്നാലും പണ്ടത്തെക്കാളും കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പൊ അന്നിക്ക് കുശുമ്പാ തേണ്ടി. കിരൺ എവിടെ? അവന് പിന്നെ ആൾക്കാരെ പറ്റില്ലല്ലോ, ദേ സൈഡിലോട്ട് മാറിപ്പോണ്ട്. ഞാനിപ്പോ വരാം. ഹലോ. ആ നിങ്ങൾ വന്നു. എന്താണ് കടാപ്പുറത്ത് കൊടുങ്കാറ്റിൽ എന്തൊക്കെയോ ആലോചിച്ചിരിപ്പാണല്ലോ. എന്താ? ഹേയ് ഞാൻ ചുമ്മാ. നമ്മുടെ കാര്യം നീ എന്നാ വീട്ടിൽ പറയുന്നേ? അതേക്കുറിച്ച് ഞാൻ ആലോചിക്കാതിരുന്നില്ല, പറയണം. വെക്കേഷൻ ആവാറായല്ലോ, നാട്ടിൽ പോകുമ്പോ പറയാന്നാ വിചാരിക്കുന്നത്. ഇന്നെന്താ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയോ? വർക്ക് കുറവായിരുന്നു, അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ചാടി. വിട്ടുപോയി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓ ഒന്നും പറയണ്ട, ഭയങ്കര ടഫായിരുന്നു. ഹേയ് ബേബി ഡോൾ, ടഫോ നിനക്കോ? സത്യമായിട്ടും ഭയങ്കര ടഫായിരുന്നു. ടഫാണെന്ന് പറഞ്ഞാലും നീ പാസ്സാവില്ലേ? കിരൺ, സത്യമായിട്ട് എനിക്കറിയില്ല, നിങ്ങളൊക്കെ എന്താ എന്നെ ഇങ്ങനെ പറയുന്നത്? ഞാൻ അത്ര വലിയ പഠിപ്പിയൊന്നുമല്ല. ഇത് നല്ല ടഫുള്ള എക്സാം ആയിരുന്നു, പാസ്സാകുമെന്ന് പോലും അറിയില്ല. അത്രക്ക് ടഫായിരുന്നു? സത്യം കിരൺ, നല്ല ടഫ് ഉണ്ടായിരുന്നു. വിട് വിട് വിട്, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതേ ഓർത്തിരുന്നിട്ടൊന്നും കാര്യമില്ല. റിസൾട്ട് വരുമ്പോൾ ബാക്കി നോക്കാം. നമുക്ക് അവളുടെ അടുത്തേക്ക് പോവാം. വന്നല്ലോ ക്യാമുകനും ക്യാമുകിയും. കിരൺ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? വാ ഇവിടെ വന്നിരിക്കേ. അഞ്ചി, എന്താണേട്ടാ? അത് പിന്നെ എനിക്ക് എല്ലാവരോടും കൂടിയിട്ടൊരു കാര്യം പറയാനുണ്ട്. പിന്നെ എനിക്ക് നിന്റെ സമ്മതം കൂടെ കിട്ടണം. എന്താടാ ചേട്ടാ ഒരു മുഖവുരൊക്കെ? ഒരുമാതിരി സീരിയസ് വർത്താനം പറയരുത് കേട്ടാ. എന്താണേലും പറ. മായ, അത് പിന്നെ എടാ എന്താടാ നീ കൊറേ സമയമായല്ലേ മായ അഞ്ചി കുഞ്ചിന്നും പറഞ്ഞിട്ട്. എന്താണെങ്കി പറഞ്ഞു തൊലക്ക്. അത് പിന്നെ എനിക്ക് മായ ഇഷ്ടം. അതെപ്പോ? എപ്പോഴോ അമ്പട ചിഞ്ചിന്നാക്കടി മോനെ. അപ്പോ എനിക്കൊരു മായയുടെ അത് എനിക്ക് കുറച്ച് സമയം വേണം. ഓക്കെ, ടേക്ക് യുവർ ടൈം, ബട്ട് ആൻസർ എസ് ആവാൻ പാടുള്ളൂ. അങ്ങനാണെങ്കിൽ പിന്നെ അവൾ എന്തിനാടാ ടൈം എടുക്കണത്? എന്തായാലും അവൾക്ക് കുറച്ച് ടൈം കൊടു. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും ടൈം എടുത്ത് അവൾ ആലോചിച്ച് പറയട്ടെ. എടി ഒരുമാതിരി ചങ്കിക്കുള്ള വർത്താനം പറയത്. പെങ്ങളാന്ന് ഞാൻ നോക്കില്ല, ഞാൻ വലിച്ചു കയറി ഞാൻ ഒട്ടിക്കും ഞാൻ. എടാ എന്താ നിനക്ക്? എടി യെസ് ആണെങ്കിലും നോ ആണെങ്കിലും ഒന്ന് പറയരുത്. യെസ് ആണെങ്കിലും മാത്രമേ പറയാൻ പാടുള്ളൂ. ശരി, അപ്പൊ അവൾ ഇഷ്ടമല്ലെങ്കിലും യെസ് എന്ന് പറയണോ? പറയണം. ശരി. എടി നീ പെട്ടടി, നീ 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 പെട്ട്. ഗായ്സ്, നിങ്ങൾ ആരേലും ഉണ്ട്? ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാൻ പോവും. എന്തൊരു വെയിലും, ഞാനിവിടെ നിന്ന് കരിഞ്ഞുണങ്ങി പോവും. സൂര്യേട്ടൻ അറിഞ്ഞില്ലേ എന്തോ ഈവനിങ് ആയ കാര്യം? അറിഞ്ഞില്ലെന്ന് തോന്നണേ. വാ അങ്ങോട്ട് മാറി നിൽക്കാം. മായ, നീ പഠിക്കുന്നില്ലേ? ഫോണിൽ കളിച്ചിരിക്കുന്നതാ? നാളെ എക്സാം അവളെ ബോധമുണ്ടോ? ഞാൻ പഠിക്കാടി. ഫോണിലാണോ നിന്റെ പഠിത്തം? അല്ല, ഇപ്പൊ കോള് വരുക, എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും മിണ്ടുന്നില്ല. നീ വന്നേ, ഈ നമ്പർ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഹലോ. കട്ടായി. ഞാനിപ്പോ വരാം. എടി ഇവൾക്ക് വന്ന കോളല്ലേ അത്? ആർക്ക് വന്നതായാലും ആരേലൊക്കെ റിപ്ലൈ കൊടുത്താൽ പോരെ. ഞാനിപ്പോ വരാം. ഹലോ. ഹലോ, എന്നെ മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. എന്ന് പറ, ആരാ? അത് പിന്നെ പറ. എനിക്ക് നാണം വരിക. നാണം വരുന്നുണ്ടോ? ഞാൻ പറയട്ടെ? പറ. അഭിചേട്ടനല്ലേ? കൊച്ചു ഗള്ളി, മനസ്സിലാക്കി കളഞ്ഞു. മായ, നിനക്കെങ്ങനെ മനസ്സിലായേ ഇത് ഞാനാണെന്ന്? ഞാൻ മനസ്സിലാക്കി തരാടാ ചേട്ടൻ തണ്ടി. ഈ സൗണ്ട്? അതേടാ, ഇത് ഞാൻ തന്നെ. ആ പെണ്ണിന് നാളെ എക്സാമാണ്. മര്യാദക്ക് ഇരുന്ന് പഠിക്കണ പെണ്ണെ വഴിയെത്തിക്കാൻ നോക്കിയാണ്ടല്ലോ അവൻ്റെ ഒരു ഫോണ്. എനിക്ക് അവിടെ നടാ അവളുടെ നമ്പർ കിട്ടിയേ? അത് പിന്നെ ഞാൻ വാങ്ങി. ആരോട് വാങ്ങി? അവളോട് വാങ്ങി. അവളോടല്ലാതെ പിന്നെ അവളുടെ നമ്പർ ആരോട് വാങ്ങും? എടാ ചേട്ടൻ തണ്ടി, വീണടത്ത് കിടന്ന് ഉരുളാതട പറ്റി. അത് പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് അടിച്ചു മാറ്റി. നാണമില്ലാത്തവനെ നാട്ടുനായേ. നിന്നൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് പെൺപിള്ളേരുടെ നമ്പർ എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെക്കണത്? എന്നാലും ഞാൻ അറിയാതെ ഇങ്ങനെ എൻ്റെ ഫോണിൽ നീ നമ്പർ അടിച്ചു മാറ്റിയേ? അത് പിന്നെ ഞാൻ നിന്റെ ഫോൺ വാങ്ങാറുണ്ടല്ലോ.
അയ്യോ പാവൻ, ഞാൻ ഇതൊന്നും അറിയാതെ പാവൻ ചേട്ടൻ ചോദിക്കുന്നല്ലെന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് കൊടുത്ത് എന്നെ പറഞ്ഞാ മതിയല്ലോ. മര്യാദക്ക് ഇപ്പൊ തന്നെ നമ്പർ ബ്ലോക്ക് ചെയ്യണം. ഒന്ന് പോടിയടന്ന്. നീ പറയുമ്പോ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ടാണല്ലോ നിന്റെ ഫോണിൽ നിന്ന് കഷ്ടപ്പെട്ട് ഞാൻ നമ്പർ എടുത്തു. മനുഷ്യന്മാരല്ലേ, കുറച്ച് ക്ഷമ വേണം. അപ്പൊ എന്ന് പറഞ്ഞതല്ലേ ടൈം എടുത്തിട്ട് പറയാന്ന്. എന്നിട്ട് എക്സാമിന്റെ തലേ ദിവസം വിളിച്ചവൻ കിന്നിരിക്കാൻ നിൽക്കുക. എടി ഞാൻ കിന്നരിക്കാൻ വേണ്ടിട്ടൊന്നല്ല, ഞാൻ അവള്. നീ ഇനി ഒന്നും പാണായാണ്ടാ, മര്യാദക്ക് വെച്ചിട്ട് പോ. ഇനി അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് അവൾ തന്നെ ഒന്ന് പറയും. അബിക്കട്ടാ, രാവിലെ തന്നെ നല്ല പൊളിച്ചത് കേട്ട പോലെ ഉണ്ടല്ലോ ഫേസ് കാണാൻ. അപ്പോടാ, അങ്ങനൊന്നുമില്ല. ആരാ വിളിച്ചേ? അത് അഞ്ചി. ഏയ് അവളെ വിളിക്കുമ്പോൾ അവളാവാൻ ചാൻസ് ഇല്ല. അവളാണെങ്കിൽ നീ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കാറില്ലല്ലോ. അത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി മാറ്റർ സംസാരിക്കാണ്ടായിരുന്നു. ഒരു ഫാമിലി മാറ്റർ ഞാൻ വിശ്വസിച്ച്. നീ വേണേ വിശ്വസിച്ചാൽ മതി. മാറിക്കങ്ങോട്ട്, ഞാൻ പോയി കുളിക്കട്ടെ. ഇവനെന്താണ് വയ്യേ? നിങ്ങളെപ്പോ എത്തി? ഞങ്ങൾ വന്നിട്ട് ഒരു 1/2 മണിക്കൂറായി കാണും. ഓ, അപ്പൊ കിരൺ ചേട്ടനോ? അവനിപ്പോൾ എത്തും. ഹേയ് ബേബി ഡോൾ, വന്നോ? ഇപ്പം എക്സാം ഒക്കെ തീർന്നല്ലോ അല്ലേ? തീർന്നു. ഇനിയിപ്പോൾ എല്ലാവരുടെയും പ്ലാൻ എന്താ? നിങ്ങളൊക്കെ നാട്ടിൽ പോണില്ലേ? പോണം. പിന്നെ എല്ലാവരുടെ അടുത്തും ഞാനൊരു കാര്യം പറയട്ടെ? പറ. അത് നിങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ എൻ്റെ വീട്ടിലേക്ക് വരുമോ? 2 ദിവസം നിന്നിട്ട് പോവാം. എന്താ ഇപ്പോൾ പെട്ടെന്ന്? പ്രത്യേകിച്ചൊന്നുമില്ല. വീട് ഇവിടെ തൊട്ടടുത്തായിട്ടും നിങ്ങളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയില്ലല്ലോ ഇതുവരെ. ഇനിയിപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ പോയാൽ നമ്മളിനി എന്ന് കാണുമെന്ന് വിചാരിച്ചിട്ടാ. അവളുടെ ആഗ്രഹമല്ലേ, നമുക്ക് പോവാടാ. എങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പോയാലോ? ഇന്നല്ല, നാളെ ആവട്ടെ. അതെന്തിനാ ഇനിയിപ്പോൾ നാളെ ആക്കുന്നേ? എടി, ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുക്കണം, റൂമിലല്ലേ. ഓ, എങ്കിൽ പിന്നെ നാളെ പോവാം നമുക്ക്. അല്ല, ഇനിയിപ്പോൾ ഇന്നെന്താ പരിപാടി? ഇന്നിനിയൊന്നും വേണ്ടല്ലോ, ഇപ്പം തന്നെ ലേറ്റായി. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം. എക്സാം കഴിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കയറി കിടന്നുറങ്ങാൻ. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമായിരുന്നു. അതെ, എനിക്കുമുണ്ട് നല്ല ക്ഷീണം. പഠിച്ചിട്ടൊന്നും അല്ല, എന്നാലും എക്സാം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. അതെ അതെ. എങ്കിൽ പിന്നെ ഇതൊന്നും വേണ്ട, എല്ലാവരും ചെന്ന് റെസ്റ്റ് എടുക്കട്ടെ. പോവല്ലേ എന്നാ? അത് പിന്നെ ഒന്ന് നിൽക്കുമോ? എനിക്ക് ഇനി നിനക്കെന്താടാ? അത് മായ എക്സാം അത് ഫൈനൽ എക്സാം ആയിരുന്നു. എടാ, ഒരുമാതിരി ഉണ്ടാക്കല്ലേ. ഞാൻ പറഞ്ഞല്ലേ, അവൾ ടൈം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ടൈം കൊടുത്തില്ല. ഇപ്പം എക്സാമും തീർന്നു. ഇനിയെങ്കിലും മോഹിനി ഒന്ന് പറ ചെക്കൻ്റെ അടുത്ത്, നിനക്ക് ഇഷ്ടമാണോ അല്ലേ? കുറേ കാലമായില്ല ഇങ്ങനെ ഇട്ട് കറക്കുന്നേ. ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എനിക്ക്? അത് പിന്നെ ഞാൻ എന്താണെങ്കിലും പറ. എനിക്കറിയാം ഞാൻ ഒരുപാടായിട്ട് കറക്കിയെന്ന്. പക്ഷേ എനിക്കൊരൊറ്റ ദിവസം കൂടെ തരുമോ? എനിക്കൊന്ന് ആലോചിക്കാനാ. ശരി, അപ്പോൾ ഇത്രയും ദിവസം ഉണ്ടായിട്ട് നീ ആലോചിച്ചില്ല? ഞാൻ ആലോചിച്ചതാ, പക്ഷെ എനിക്ക് ഒരു ദിവസം കൂടെ. ശരി, ഒരു ദിവസം കൂടെ ഞാൻ തരാം. എനിക്കറിയണം നിൻ്റെ റിപ്ലൈ എന്താണെന്ന്. നിൻ്റെ റിപ്ലൈ നോ എന്നാണെങ്കിൽ പിന്നെ ഈ കാര്യം പറഞ്ഞു ഞാൻ നിൻ്റെ പിറകെ വരില്ല, ഉറപ്പാ. കൃതി, കഴിഞ്ഞോ നിന്റെ? ഇതാ വരുന്നു. നീ ഇനി എങ്ങനാ? മായയുടെ വീട്ടിൽ നിന്ന് നേരെ നാട്ടിലേക്ക് പോകണോ? അതെടി. എങ്കിൽ പിന്നെ ഞാനും അങ്ങനെ ചെയ്താലോ എന്ന് ആലോചിക്കുക. എന്തായാലും ചേട്ടന് ലീവില്ലാത്തത് കൊണ്ട് ഞാൻ തനിച്ച് തന്നെ പോകേണ്ടി വരും. അപ്പം എന്തായാലും ഇപ്പം തന്നെ അങ്ങ് പോയേക്കാം. അപ്പം പിന്നെ തിങ്സ് എല്ലാം എടുക്കാം അല്ലേ? ഹലോ, എത്തിയോ? ഞങ്ങൾതാ ഇറങ്ങാം. കൃതി, അവരെത്തി കേട്ടോ. ശരി, ഇറങ്ങാം. നീ എന്താണ് ബാഗിൽ പിടിച്ചു വലിക്കുന്നേ? എടി, ഇങ്ങോട്ട് താടിയത് അവിടെ വെക്കണ്ട, നീ ഇത് ഏറ്റിക്കൊണ്ടാണോ പോണത്? സോറി.
എങ്ങനെ അവളുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് അറിയോ? ആ, അവൾ അയച്ചു തന്നിട്ടുണ്ടല്ലോ. ഇവിടുന്ന് ഇച്ചിരി ഉള്ളൂ. പിന്നെ ഫസ്റ്റ് ടൈം പോകുന്നതിൻ്റെ ഒരു ഇത്. ഞങ്ങളിവിടെ വന്നിട്ട് 5 വർഷമായി. എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങൾ കറക്റ്റ് അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം, എവിടെയെങ്കിലൊക്കെ എത്താതിരിക്കില്ലല്ലോ. ദേ അവളെ വിളിക്കുന്നത്. ഹലോ. ആ, ഞങ്ങൾ നീ പറഞ്ഞ അഡ്രസ്സ് അനുസരിച്ച് വന്നോണ്ടിരിക്കുക. ആ ടെമ്പിളിൻ്റെ അവിടെ നിർത്തിയാൽ പോരെ? ആ ഓക്കെ ഓക്കെ. ആ ശരി എന്നാ, ഞാനവിടെ എത്തുമ്പോൾ വിളിക്കാം. മായല്ലേ നിൽക്കുന്നേ? ഹായ് ഹായ്. അതെ, ഇവിടെ നിർത്തിയാൽ മതിയേ, അങ്ങോട്ട് വണ്ടി പോവില്ല. ആണോ? ദേ ആ ഗ്രൗണ്ടിലേക്ക് നിർത്തിക്കോ. അതാണോ പാർക്കിംഗ് ഏരിയ? അല്ലായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാവരും കൂടെ അതിനെ പാർക്കിംഗ് ഏരിയ ആക്കിയിട്ടുണ്ട്. എല്ലാവരും അവിടെ കൊണ്ടേ നിർത്താറുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ആരാ? എൻ്റെ ഫ്രണ്ട്സാ മാമ. ഇവിടെ നിന്ന് വല്ല വേലത്തരവും കാണിക്കാൻ നിന്നാ എന്റെ സ്വഭാവം അറിയൂ നീയും നിന്റെ ഫ്രണ്ട്സും. നിങ്ങൾ വാ, ഇതൊന്നും കാര്യമാക്കണ്ട, വന്നേ. ഓ വന്നോ? ഇത് ഒരുപാട് പേരുണ്ടല്ലോ. എന്താണ് ഇങ്ങനെ? വാ, നമുക്ക് മുത്തശ്ശിയെ കാണാം. മുത്തശ്ശി, ആ കുട്ടികളെ വന്നോ? ആ മുത്തശ്ശി. എന്താ കുട്ടികളെ ഇങ്ങനെ നിൽക്കണേ? എവിടെയൊക്കെ ഇരിക്കേ. ഞങ്ങൾ ഇരുന്നോളാം മുത്തശ്ശി. മോളെ മായേ, ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കടി. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണം ഉണ്ടാകും. ആ ഞാൻ കൊടുക്കാം മുത്തശ്ശി, നിങ്ങൾ ഇരിക്കട്ടോ, ഞാനിപ്പോൾ വരാം. എവിടെന്നാ മക്കളെ നിങ്ങളുടെ ഒക്കെ വീട് എവിടെയാ? ഞങ്ങള് പല സ്ഥലത്തുള്ളവരാ, ഇവിടെ ജോലി ചെയ്തും പഠിക്കുന്നതൊക്കെ ആയിട്ട്. ആ എന്താ കുട്ടികളെ നിങ്ങൾ രണ്ടും ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി, ഞങ്ങൾ വെറുതെ. അടിക്കണ്ടാട്ടോ, സ്വന്തം വീട് പോലെ കരുതിയാ മതി. സ്വന്തം മുത്തശ്ശിയും മായമോളുടെ കൂട്ടുകാരിയാണല്ലയോ? അതെ. ആ മായമോളുടെ മുത്തശ്ശി നിങ്ങളുടെ മുത്തശ്ശി. മുത്തശ്ശി എല്ലാം കഴിച്ചായിരുന്നു? ആ ഞാൻ കാപ്പി കുടിച്ചു മക്കളെ, നിങ്ങൾ കഴിച്ചില്ലല്ലോ അല്ലേ? എല്ലാവരും പോയി കൊടുത്തതൊക്കെ മാറി വാ, ആഹാരം കഴിക്കാം. ആഹാ, നിങ്ങൾ മുത്തശ്ശിയായിട്ട് കൂട്ടായോ? നിങ്ങളെപ്പോലെ തന്നെയാണേ മുത്തശ്ശി, സംസാരിക്കാൻ നിന്നാ പിന്നെ വാ അടക്കത്തില്ല. നേ പാടി കുശുമ്പി, അവൾക്ക് കുശുമ്പാ മക്കളെ. ശരി ശരി, എനിക്ക് കുശുമ്പാ. ദേ ജ്യൂസ് എടുക്കെല്ലാരും. നാളെ മായ അവർക്ക് മുറികൾ കാണിച്ചു കൊടുക്ക്. അവര് യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഒന്ന് കുളിച്ചിട്ടൊക്കെ വരട്ടെ. ആ മുത്തശ്ശി, ഞാൻ കാണിച്ചു കൊടുക്കാം. മുത്തശ്ശി കിടന്നോ? ആടി ഞാൻ കിടന്നോളാം, നീ അവർക്ക് മുറി കാണിച്ചു കൊടുക്ക്. മുത്തശ്ശി മുത്തിയുടെ സ്ഥിര ഏർപ്പാട് തുടങ്ങി. ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ പിന്നെ മുത്തശ്ശിക്ക് ഇത് തന്നെ പരിപാടി. ആഹാരം കൊടുക്ക്, വെള്ളം കൊടുക്ക്, മുറി കൊടുക്ക്, മുണ്ട് കൊടുക്കുന്നും പറഞ്ഞ്. നിങ്ങൾ വന്നേ, ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. മായ, ആ എനിക്ക് ആഹാരം എടുത്തോ? അത് അമ്മായിയോട്. നിർത്തടി, ഞാൻ നിന്നോടല്ലേ ചോദിച്ചേ. ഞാൻ ഇപ്പം വരാം, ഇവർക്കൊന്നും മുറി കാണിച്ചു കൊടുത്തിട്ട്. നീ ആദ്യം ആഹാരം എടുത്ത് വെക്കടി, അത് കഴിഞ്ഞിട്ട് മതി അവർക്കുള്ള മുറി കാണിച്ചു കൊടുക്കലൊക്കെ. കൃതി അഞ്ചി, നിങ്ങൾ അവിടെ പോയി നിൽക്കുമോ? ഞാനിതൊന്ന് എടുത്തു കൊടുത്തിട്ട് വരാം. ആ നീ ചെല്ല്, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. ഡാബി, ഏതാണ് നായ? ഏത് നായ ആയാലും അവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടേ പോവും. കൃതി, ഇവൻ്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ. കുറേ സമയമായി, നമുക്ക് അവരുടെ അടുത്തേക്ക് നിൽക്കാം. അയ്യോ വയ്യ, നിങ്ങളിവിടെ ഇരിക്കുകയാണല്ലേ, വാ ഞാൻ മുറി കാണിച്ചു തരാം. അതെ ചേട്ടന്മാരെ, നിങ്ങൾ 3 പേരും കൂടെ ഒരു റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കുമല്ലേ? അത്യാവശ്യം വലിയ മുറിയാ, 2 കട്ടിലും ഉണ്ട്. ആടി, ഞങ്ങൾ അവിടെ കിടന്നോളാം. പിന്നെ നിങ്ങൾ 2 പേരും എൻ്റെ റൂമിൽ കിടന്നു. ഓക്കെ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. പോയി ഫ്രഷ് ആയിട്ട് വാ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ശരി.
എന്താ? ഏയ് ഒന്നുമില്ല. ഞാനെപ്പോഴാ ഉറങ്ങിയേ? സംസാരിച്ചിരിക്കുന്നതിനിടെ നിന്റെ സൗണ്ട് കേൾക്കാതായപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയതാ. അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. എനിക്ക് ഭയങ്കര ക്ഷീണം, അതുകൊണ്ടാ. എന്നിട്ടിപ്പോൾ ക്ഷീണമൊക്കെ മാറിയോ? ആ, എന്നാ വാ നമുക്ക് താഴെ പോവാം. അവൾ ഒരുപാട് തവണ വന്നു നോക്കി, നീ എണീറ്റോന്ന്. നീ എണീറ്റാ നിന്നെ കൂട്ടി താഴെച്ചെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവൾ പോയത്. ആ, എന്നാ വാ പോവാം. മായ, നിങ്ങൾ വന്നിട്ടൊരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. എന്താടി? നമുക്ക് അമ്പലത്തിൽ പോയാലോ? ഞാനിവിടെ ഉള്ളപ്പോൾ സ്ഥിരമായിട്ട് പോകുന്നതാ. ആടി പോവാം. എങ്ങനെയാ, ഇവിടെ അടുത്താണോ അതോ? ഇവിടെ തൊട്ടടുത്താടി. ഓ, നീ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നെന്താണെന്നറിയോ? അന്ന് ആ ഫുഡ് വാങ്ങാന്ന് പറഞ്ഞ് ടൗണിൽ പോയില്ലേ? ഇത്തിരിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് മനുഷ്യനെ നടത്തി കൊണ്ടുപോയിട്ട് ഒത്തിരി നടന്ന കഥ. ഓ, ഞാൻ മറന്നിട്ടില്ല മോളെ അത്. എടി, ഇതതുപോലെ ഒന്നുമല്ല, ഇതിവിടെ തൊട്ടടുത്ത് തന്നെയാ. ഹേയ് ബേബി ഡോൾ, ആ തൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞ? ആ എന്തോ ഉറക്കമായിരുന്നു, ആന കുത്തിയെ പോലെ എണീക്കില്ലല്ലോ നീയൊന്നും. അത് ഞാൻ എന്തോരം വിളിച്ചെന്നോ പെണ്ണെ നിന്നെ. ഒരാട്ടമല്ല അനക്കമില്ല. അതെനിക്ക് കുറേ ദിവസത്തെ ഉറക്കം ഉറങ്ങി തീർക്കാണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ. എന്തായാലും ഇപ്പോൾ ഉറങ്ങി തീർന്നല്ലോ അല്ലേ? ആ, തീർന്നു. അതെ, ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടോ? ആ വരാം, അല്ലാണ്ട് ഇപ്പം ഞങ്ങൾ മൂന്നുപേരും ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? എന്നാൽ എല്ലാവരും പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. മുത്തശ്ശി, ആ മക്കളെ, എന്താ എല്ലാവരും കൂടെ ഒരുങ്ങി എങ്ങോട്ടാ പോന്നേ? മുത്തശ്ശി, ഞാനിവരൊന്ന് അമ്പലത്തിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ആ, പോയിട്ട് വാ മക്കളെ. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കണം മക്കളെ. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദേവിയാ. ശരി മുത്തശ്ശി, ഞങ്ങൾ പോയിട്ട് വരാം. ഡി, എവിടെ ആയിരുന്നടി നീ ഇത്രയും സമയം? തെണ്ടി തേരോടി നടക്കുക അവള്. അതമ്മായി, ഞങ്ങൾ അമ്പലത്തിൽ പോയേക്കും അവള്. എത്ര സമയമായിടി നീ പോയിട്ട്? ഇവിടുത്തെ ജോലികളൊക്കെ പിന്നെ ആര് വന്ന് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാ? എന്താ സുധാ ഇവിടെ ഒരു ബഹളം? നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? നിങ്ങളുടെ പെങ്ങടെ മോള് എപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണെന്നറിയോ? അവൾ അമ്പലത്തിൽ പോയതായിരുന്നത്രേ. ഇവിടുത്തെ പണികളൊക്കെ പിന്നെ ആര് വന്ന് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാ? ഡി, ഞാൻ ഇവരുമായിട്ട് നീ വന്നപ്പോഴേ പറഞ്ഞതാ, വേലത്തരൊപ്പിക്കാനാണെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയുമെന്ന്. നീ എന്താ അമ്പലം കാണാതെ കിടക്കുന്നതല്ലേ, അതോ ഇവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണോ നീ? അത് മാമ, ഞാൻ പൂജ തീർന്നപ്പോൾ ലേറ്റായി പോയതാ. അങ്ങനെ ലേറ്റായ ഇവിടെയുള്ള ജോലിയൊന്നും എടുക്കണ്ടല്ലോ അല്ലേ? അല്ല, ഞാൻ ജോലിയൊക്കെ തീർത്തിട്ടാ പോയെ. എന്താ അച്ഛാ ഇവിടെ? എന്താ ഇവള് ചെയ്തേ? അമ്പലത്തിലേക്കാന്നും പറഞ്ഞു എപ്പോ പോയതാണെന്നറിയോ ഇവള്? അവളിങ്ങ എത്തിയില്ലേ, പിന്നെന്താ? ഇവിടത്തെ ഒരു പണിയും തീർത്തിട്ടില്ല അവള്. ഞാൻ ചെയ്തു. നിർത്തടി, അവള് തർക്കുത്തരം പറയുന്ന കേട്ടില്ലേ? അവളുടെ നാക്കിനിപ്പോ അല്പം നീളം കൂടുതലാ. എന്താടി, നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. ഇവരെ കണ്ടിട്ടാണോ നിന്റെ നാക്കിന് ഇത്രയും നീളം? മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നാ നിനക്ക് മര്യാദക്ക് ജീവിക്കാം, അല്ലെങ്കിൽ കൊന്നു തള്ളും ഞാൻ. എങ്കിൽ താൻ അതൊന്ന് ചെയ്ത് കാണിക്കേ. നീ ഏതാടാ? വിരുന്നുകാരിൽ വിരുന്നും കഴിഞ്ഞ് അങ്ങ് പോയാൽ മതി, വെറുതെ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. നിർത്തടാ പട്ടി. ഇതുവരെ ആ പെണ്ണിനെ ഇവര് ചീത്ത പറയുമ്പോ അവന് കുന്തം വിഴിയ പോലെ ഇരിക്കായിരുന്നു. എന്നിട്ട് ഇപ്പം വന്ന് അവന് ചെലക്കുക. അടിച്ച് നിന്റെ അണ്ടാവ് ഞാൻ പൊട്ടിക്കും പറ്റി. പെൺപിള്ളേരുടെ അടുത്ത് വന്നുള്ള പ്രസംഗമൊന്നും വേണ്ട, അങ്ങോട്ട് മാറിക്കടാ. അതിങ്ങോട്ട് വരട്ടെ അടുത്തേക്ക്. അടിച്ചവന്റെ കാരണം ഞാൻ പോക്കും. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നോ ഞങ്ങൾക്കറിയില്ല. ബട്ട് ഒന്നറിയാം, ഇന്നലെ ഞങ്ങൾ വന്നത് മുതൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നതും അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് മായയായിട്ട് കുത്തി നോയിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുത്തും ചവിട്ടും തല്ലും വേണ്ടി വന്നാൽ കൊല്ലും,
അതൊക്കെ ചോദിക്കാൻ നീ അതടാ നായേ. കൃഷ്ണേട്ടാ വേണ്ട. മാറടി. എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെ പറയുക ഞാൻ. ഈ പന്ന മോളോട് എന്തെങ്കിലും ചെയ്യാൻ ആർക്കെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ അത് ഈ കൃഷ്ണന് മാത്രമാണ്. മനസ്സിലായില്ല അല്ലേ? ഡോണ്ട് വറി, ഞാൻ പറഞ്ഞു തരാം. ഡി, ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാതെ ആ താലി എടുത്ത് പുറത്തേക്ക് ഇടടി.